ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഒക്ടോബർ 1-ാം തീയതിയാണ്. അപ്പോൾ പുതിയൊരു മാസം തുടങ്ങുന്നത്. അതും വളരെ സന്തോഷമുള്ള ഒരു മാസം തന്നെയാണ്. കാരണം ഇനി ക്രിസ്മസിലേക്ക് അധികം ദൂരമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ ഇത്തിരി തണുപ്പൊക്കെ ആയിട്ട് തുടങ്ങുന്നൊരു മാസമാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തുറന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ലൊരു തണുപ്പും പിന്നെ കിളികളുടെ ശബ്ദവും ഇരുട്ടും എല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിനെ ഞാനൊന്ന് സന്തോഷിപ്പിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് വാഷ് ചെയ്യാനുള്ളതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്, ആ ഒരു ഇരുട്ടും തണുപ്പും കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ റിച്ചാർഡിന് പോകാനുള്ള സമയമാണല്ലോ രാവിലെ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവൻ കുളിക്കാനും ഒക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഷർട്ടുകൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷർട്ടുകളൊക്കെ ഇപ്പം അത്യാവശ്യം ഒരു ഷർട്ടൊക്കെ എടുത്ത് തേക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ മുകളിലേക്കൊക്കെ പോകണേന്. അപ്പോൾ പാലെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്ന സമയത്ത് ഷർട്ടൊക്കെ തേച്ചിട്ട് വരാം. പിന്നെ പപ്പകളുടെ കാപ്പിയൊക്കെ എടുത്തിട്ട് അതും ഒക്കെ അവിടെ മൂടി ഇങ്ങനെ വെച്ച്, പിന്നെ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് നനച്ച് വെച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ രാവിലെ. പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ വർക്കാണ് കൂടുതൽ എനിക്കുള്ളത്. റിച്ചാർഡും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൻ്റെ വർക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ തേങ്ങ ഇടേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഓടി വന്നിട്ട് പുട്ടുണ്ടാക്കുക, അത്രയേ ഉള്ളൂ. പപ്പടം കൂട്ടിയിട്ടാണ് ഇന്ന് കഴിക്കുന്നത് കേട്ടോ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതും അങ്ങോട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ പപ്പക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ഇന്നലെ പോയ ആ ഒരു രോഗിയെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അവിടേക്ക് ഒന്നുകൂടി പോകണം. അപ്പോൾ പപ്പ ഒറ്റക്കാണ് ഇന്നിപ്പോൾ പോകണം. കാരണം എനിക്ക് എല്ലാവരും ഇത് റിച്ചാർഡ് റയനൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ റിച്ചാർഡ് ഇതേ പോകാൻ വേണ്ടിയിരിക്കുന്നതാണ്. പപ്പ പോയി. അപ്പോൾ ഒരു 6:30 മുമ്പ് തന്നെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പ പോയതിന് ശേഷമാണ് റിച്ചാർഡ് ഡ്രസ്സ് ചെയ്ത് റിച്ചാർഡ് ഉറങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ പൂവിൻ്റെ കാര്യമൊക്കെ എപ്പോഴും മറന്നു പോകട്ടെ ഇപ്പോഴായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പൂവൊന്നുമില്ലേ, പൂവൊന്നും നീ കാണിക്കണില്ലല്ലോ വീഡിയോയിൽ എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ പൂവ് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ ഭയങ്കര മഴയായിരുന്നല്ല കഴിഞ്ഞ ദിവസമൊക്കെ, ഭയങ്കര ഹെവി റെയിൻ. ഞാൻ പറഞ്ഞല്ല, പുഴ പോലെ കിടക്കണമായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരുവിധപ്പെട്ട പൂക്കളൊക്കെ പുറത്തിരുന്ന് വെച്ചതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു, അതെല്ലാം ഒരുവിധം കൊഴിഞ്ഞും അത് ചീഞ്ഞും ഒക്കെ പോയി. കാരണം നമ്മൾ ഇത്രയും ദിവസം പൂവ് ഇത് ചെടിച്ചട്ടിയിലകത്തായിരുന്നു വെച്ചിരുന്നതേ. പക്ഷേ ഇപ്പം അധികം മഴയില്ലല്ലോ എന്ന് വിചാരിച്ച് പപ്പ എല്ലാ ചെടിച്ചട്ടി എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയേ മഴയും തുടങ്ങി. അപ്പോൾ പൂക്കളെല്ലാം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ കുറച്ച് പൂക്കളും മാത്രമേ ഇപ്പം നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പൂവ് കാണാൻ നല്ല ഭംഗിയായിട്ടാണ്. ഈ പൂവ് മരത്തിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂരിഭാഗം പൂവും പോയതിന് ശേഷം ബാക്കി നിൽക്കുന്നതാണിത്. അപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. കാരണം കുറേ പൂവുണ്ടായ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മയും കിട്ടിയില്ല, ഞാനിപ്പോൾ വീഡിയോ എടുത്തതുമില്ല. ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ എനിക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പൂവിന് ഇത്രയും മരടിപ്പൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ. പുതിയ തളിർപ്പും എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോഴാണിത് പുറത്തേക്ക് വെച്ചത്. ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ കൊമ്പുകളൊക്കെ കൊണ്ട് വലുതായി മുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പൂവ് ഇഷ്ടംപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് 1919 ആ ഒരു വളമാണ്. അത് ഒരു 2 നുള്ള് ചെടിച്ചട്ടിയുടെ അരികിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാസത്തിൽ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ നന്നായിട്ടൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ല. ഈ വേസ്റ്റ് മറ്റേ പച്ചക്കറി വേസ്റ്റില്ലേ, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മൂടുമല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ. അങ്ങനത്തെ പരിപാടിക്കൊക്കെ ചെയ്യാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല കേട്ടോ. പപ്പയും അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ 1919 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കാലത്തെ ക്ലീനിങ് വർക്കാണ്. അപ്പോൾ ഇന്ന് കുറേ ജോലിയുണ്ട് ക്ലീനിങ് വർക്ക് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ലാതെ നിന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഏതാണ് ചെയ്യേണ്ടത്, നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനേലും അത്യാവശ്യം മറ്റേതല്ല, അപ്പോൾ അത് ചെയ്യണം. അതിൽ ചെന്ന് പിടിക്കുമ്പോൾ അയ്യോ ഇതല്ലല്ല മറ്റേത്. അങ്ങനെ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില ദിവസങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ കൺഫ്യൂഷനിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ല കേട്ടോ. അപ്പം പോയി ചെയ്ത പണിയാണ് എൻ്റെ ബെഡ്ഷീറ്റ് അങ്ങോട്ട് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി പോയിട്ട് സൺഡേ പോയി രാത്രിയൊക്കെ വന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എനിക്ക് വൈകുന്നേരം പിറക്ക കടിച്ചിടാനൊന്നും സാധിച്ചിട്ടുണ്ട്. രാത്രി പിറക്ക കടിച്ചിടും, കാലത്ത് ഞാൻ തുടക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. രണ്ടും കൂടി ഒരു ദിവസം ചെയ്യാറില്ല. അപ്പോൾ അതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതെൻ്റെ ഉള്ളിലുണ്ടോ, പിറക്ക കടിച്ചിട്ടില്ല, പിറക്കകത്തൊന്നും ഇല്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിലാവും അടിച്ചിട്ടില്ല, അതൊക്കെ ചെയ്യണമല്ല. അങ്ങനെ പിന്നെയാണെങ്കിൽ ഞാനിപ്പോൾ കുളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയും ചെയ്യണം. അത് നമുക്കിങ്ങനെ കൺഫ്യൂഷനൊക്കെ ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് ചൂടൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ എനിക്ക്
ഒട്ടും ഇട്ടിട്ട് ഇഷ്ടപ്പെടാത്തൊരു ഡ്രസ്സുമാണ്. അതിൻ്റേതായ ഒരു നമുക്കൊരു അസ്വസ്ഥതയില്ലേ, ആ ഒരു അസ്വസ്ഥതയുണ്ട്. ഈ ഒരു ഡ്രസ്സ് അയ്യോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വലിച്ചെറിയണമെന്ന് തോന്നുന്നതാണ്. അപ്പോൾ ഞാനത് പുറത്തിട്ടുണ്ട് പോയിട്ട് അങ്ങനെ വെച്ച് ഒരിത്തിരി നേരം ഇട്ടിട്ട് അങ്ങനെ വെച്ചതല്ലേ. അപ്പോൾ ഏതായാലും ഒരു ദിവസം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വാഷ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് മാത്രം എടുത്തിട്ടൊരു ഡ്രസ്സാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇതിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടും ഒരു ഷേപ്പില്ലാത്ത പോലെ തോന്നുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എല്ലാം കൂടി ചേർന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി അങ്ങോട്ട് ചെയ്താൽ പിന്നെ അടുത്ത ജോലി ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റ് അങ്ങോട്ട് വിരിച്ച് കഴിയുമ്പോൾ തന്നെ ആ റൂമിൽ ഒരു ഭംഗിയായില്ലേ. അപ്പോഴേക്കും പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിട്ട് ഈ ഗ്ലാസിൻ്റെ സാധനങ്ങളൊക്കെ ഇല്ലേ, ടീപ്പോയിലാണെങ്കിലും ഡൈനിങ് ടേബിളിലാണെങ്കിലും എപ്പോഴും പൊടി വീണ് കിടക്കും. അപ്പോൾ അതുകൊണ്ട് 1-2 തവണയൊക്കെ എന്തായാലും തുടക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ അത് തുടച്ചിട്ട് ഇപ്പം അതൊരു സമാധാനം. പിന്നെ വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്ന് കഴുകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴുകാൻ കൊണ്ടുപോയിട്ട് അപ്പോഴേക്കും റയൻ വന്നിട്ടാണ് കഴുകി തന്നത് കേട്ടോ. റയൻ വേഗം തന്നെ വന്ന് കഴുകുന്നത്. റയന് മനസ്സിലായി മമ്മി മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ച് നിൽക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ വേഗം വന്ന് കഴുകി തന്നു. അപ്പം ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് മോപ്പിനകത്ത് വെള്ളമൊക്കെ എടുത്ത് ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് മോപ്പൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ അതെടുത്ത് തുടക്കൽ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ആ സമയത്ത് പപ്പ വന്നിട്ട് പപ്പ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് അവിടെ സൈഡിലുണ്ട്. അപ്പം ഞാൻ അത് കേൾക്കണ നേരത്തിന് അവൻ വേഗം വന്നിട്ട് ഇത് തുടക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ 2 ജോലികൾ അവൻ ചെയ്ത് തീർത്തില്ല തുടക്കൽ. അപ്പം ഞാൻ പറഞ്ഞിട്ട് അടിച്ചിട്ടില്ല, അപ്പോൾ അടിക്കാതെ തുടക്കല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവൻ പറയാന്നേ മമ്മി അടിച്ചു തുടങ്ങിക്കോ, അടിക്കണ സ്ഥലത്തൊക്കെ ഞാൻ തുടച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഒരു ചിക്കൻ്റെ ഡിഷിൽ നിന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പ് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഞാൻ വേഗം അടിച്ചിടാനായിട്ട് പോയി. അപ്പോൾ പപ്പയുടെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഇത്തിരി സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ പപ്പ വന്ന് ഉടുപ്പൊക്കെ മാറിയിട്ട് കടയിലൊക്കെ പോകുമ്പോൾ വേറെ ഡ്രസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് പപ്പ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണേണ്. എനിക്ക് അത്യാവശ്യം വേണ്ടത് ഇത്തിരി വെളുത്തുള്ളിയാണ്. പക്ഷേ വെളുത്തുള്ളി മാത്രമായിട്ട് മേടിക്കേണ്ട, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞു കൊടുത്ത് വിടണേണ്. അപ്പോൾ റയൻ ഇങ്ങനെ തുടച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും അങ്ങോട്ട് തുടക്കാൻ വരില്ലേ, ഞാനൊന്ന് അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം അടിച്ചു കൊടുക്കണേ. അടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കൽ ബുദ്ധിമുട്ടാവുകയോ ഒന്നത് മുടി ഉണ്ടാകും, റൂബിയുടെ പൂട. ഇപ്പോൾ പൂടയില്ല അങ്ങനെ, കാരണം കൊഴിച്ചിൽ നിന്നല്ല. കൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പൂടയായിരിക്കുള്ളൂ. ഇപ്പം അങ്ങനെ പൂടൊന്നുമില്ല. അപ്പോൾ അവൻ ഈ ഫാസ്റ്റായിട്ട് തുടക്കണോണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണേന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പപ്പ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ ഇറങ്ങും, അകത്തേക്ക് കയറും. കാരണം എന്താണെന്നറിയോ, പപ്പയുടെ കൂടെ ഞാൻ നിൽക്കണം. എന്ത് കാര്യത്തിനിറങ്ങിയാലും പപ്പയ്ക്ക് ഒരു 100 പ്രാവശ്യം ഇങ്ങനെ കയറുക ഇറങ്ങുക, ഇത് പപ്പയുടെ രീതിയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണേണ്, ആ ബാഗ് എടുത്തില്ല, മുട്ടയുടെ പാത്രം എടുത്തില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറയും ഇതൊന്ന് അടിച്ചങ്ങോട്ട് കൊടുക്കട്ടെ, അവനൊന്ന് തുടക്കണേല്ലേ, അല്ലെങ്കിൽ അവനവിടെ മാറി നിൽക്കണം. പപ്പയ്ക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അവിടെ കാണുന്ന രീതിയിലൊക്കെ തന്നെയാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്, എങ്കിലും ഞാൻ തന്നെ എടുത്ത് കൊടുക്കണം. അങ്ങനെയുള്ള ചില സ്വഭാവ രീതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിലും ഞാൻ റിച്ചാൻ്റെ ഷർട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വെള്ളം ഇപ്പോൾ കാലത്തിട്ടുണ്ടോ ഇല്ല, ആ വെള്ള ഷർട്ട് എടുത്തുകൊണ്ട് വന്നു, ഇതൊന്ന് തേച്ചതാന്ന് പറയും. അപ്പോൾ പിന്നെ അതിനിടയിൽ കൂടി ഞാനത് തേച്ച് കൊടുത്ത്. അപ്പോൾ ഈ ചെറിയ കുട്ടികളില്ലേ, അവരിലേക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെടുത്ത് നിൽക്കില്ലേ, നമ്മൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ ഫോൺ ചെയ്യുമ്പോഴോ ഒക്കെ കൊച്ചു പിള്ളേരങ്ങനെ, ഇവിടെ റൂബി അങ്ങനെ എന്ന് പറഞ്ഞ പോലെയാണ് പപ്പ. ഇപ്പം ഞാൻ റയന് വേണ്ടിയിട്ട് വേഗം അടിച്ചു കൊടുക്കണമല്ലോ അവൻ തുടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുട്ടികളുടെ പോലെ എൻ്റെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് കേട്ടോ. അത് ഞാൻ കെട്ടി വന്ന സമയം മുതലുള്ള ആ സ്വഭാവം തന്നെയാണ് ഇത്രയും പ്രായമായിട്ടും കേട്ടോ. അത് പപ്പയുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഞാൻ എപ്പോഴും കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും കുറച്ച് അകന്ന് നിൽക്കേണ്ടി വന്നത്. കാരണം എനിക്ക് ഒരുപാട് ജോലിയായി പോകണം. അപ്പോൾ എനിക്ക് എപ്പോഴും പുള്ളിയുടെ പിന്നാലെ നിന്ന് നടക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോഴായിട്ട് ഞാൻ പറയും അങ്ങോട്ട് എനിക്കുണ്ടല്ലോ ഒരുപാട് ജോലികൾ, എനിക്കതൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ ജോലി ഒപ്പത്തിനൊപ്പം ചെയ്തില്ലേലും കുഴപ്പമില്ല, ഞാൻ പപ്പയുടെ കൂടെ അവിടെ നിന്ന് ഒന്ന് മെൻ്റൽ സപ്പോർട്ടൊക്കെ കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഈസി ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഒണിയനൊക്കെ കുറേ ദിവസം മുൻപ് തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ സ്പ്രിംഗ് ഒണിയനൊക്കെ ഇരുന്ന് കേടാകാൻ തുടങ്ങി. അപ്പോൾ അത് മൊത്തത്തിൽ എടുത്ത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളി വരെയൊക്കെ കട്ട് ചെയ്ത് മുളക് വൈറ്റ് ഭാഗം, ആ ഉള്ളിയുടെ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് ഉള്ളി, ഇത് തണ്ട് വെള്ളയും പച്ചയും, ക്യാപ്സിക്കം, സവാള,
ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതാണ്. ഇതിന് ആവശ്യമുള്ളത് ഇത്രയും മതി. എല്ലാം അരിഞ്ഞ് വെച്ച്. വെളുത്തുള്ളി ഇല്ല, വെളുത്തുള്ളി വളരെ കുറച്ചേ ഉള്ളു. അതുകൊണ്ട് പപ്പ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണേണ്. വെളുത്തുള്ളി അങ്ങനെ പപ്പ പോയിട്ട് കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. ആരെയോ വഴിയിൽ കണ്ടിട്ട് സംസാരിച്ചിരുന്നു. ഒത്തിരി നേരം പോയി. അപ്പം ഞാൻ ഓർക്കേണ്ടത് ഇത് ഇത്രയും നേരമോ ഇത് മേടിച്ചുകൊണ്ട് വരാൻ. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ആരെയോ കണ്ടത് കഥ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നിന്ന് നേരങ്ങൾ ഞാൻ പറഞ്ഞു അത് കൊള്ളാം, ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണല്ലേ വെളുത്തുള്ളി വരാൻ വേണ്ടിയിട്ട്. മറ്റുള്ള സാധനങ്ങളൊന്നും അത്യാവശ്യമൊന്നുമില്ല. വെളുത്തുള്ളി കിട്ടിയാലേ എനിക്ക് കുക്കിംഗ് അങ്ങോട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ അതേ ആപ്പിളും 2 തരം പഴം, പിന്നെ ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ABC ജ്യൂസും കൂടി കഴിക്കാമല്ല. അപ്പോൾ ബീട്രൂട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ക്യാരറ്റിൻ്റെ ഒരു കുറവുണ്ട്, അതും. പിന്നെ ദേ കടലപ്പരിപ്പ്, അതൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കടലപ്പരിപ്പ് മേടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ പറയാത്തൊരു സാധനം മറ്റേ സ്വീറ്റ് പൊട്ടറ്റോയാണ് പപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പപ്പക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് മേടിച്ചതാണ് കേട്ടോ. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇഷ്ടമില്ല. പിന്നെ മുട്ട, ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. അപ്പോൾ അതെല്ലാം എടുത്ത് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ പാചകത്തിന് നിന്നത്. ഇന്നിപ്പോൾ എനിക്ക് വിന്താലിറച്ചിയുടെ ബാക്കിയുണ്ട്. എങ്കിൽ തന്നെയും റയന് ഇപ്പോൾ ആ ബീഫ് റോസ്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നേരത്തെ വിന്താലിറച്ചിയായിരുന്നു ഇഷ്ടം. അപ്പോൾ ബീഫ് റോസ്റ്റ് തീർന്ന്. അപ്പോൾ അവന് വിന്താലിറച്ചി അവൻ കഴിച്ചോളും. എങ്കിലും അപ്പോൾ എനിക്കറിയാം വിന്താലിറച്ചി ഇപ്പോൾ അവന് വലിയ താല്പര്യമില്ല. അപ്പോൾ ഏതായാലും ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം റിച്ചാർഡ് ഓർഡർ ചെയ്ത് വരുത്തിയില്ലേ, അപ്പോൾ അത് ഫ്രൈ ചെയ്യാതെ വെച്ചേക്കുന്നത്. അത് ചില്ലി ചിക്കൻ അല്ല, വേറെ എന്തൊരു സാധനമാണ്, അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ ഫ്രൈ ചെയ്യാതെ തന്നെയും ഷാലോ ഫ്രൈ ചെയ്തിട്ട്, അതായത് മാരിനേറ്റ് ചെയ്യാതെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയുമാണ്, പിന്നെ ബുദ്ധിമുട്ടും കുറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് ചിക്കൻ ബോൺലെസ് ആണ് എടുത്തേക്കണത്. അത് ഇട്ട് ഇത്തിരി കുരുമുളകും ഉപ്പും അതും കൂടി ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതിൻ്റെ കളർ മാറുന്നത് വരെയും ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റോളം ഇളക്കണം കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ്, അതായത് ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ വേവിക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാത്തതല്ലേ അടിക്ക് പിടിക്കും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത പോലെ തന്നെ ഏകദേശം വരും കേട്ടോ. നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ച് ആദ്യം തന്നെ ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകാൻ തുടങ്ങും. അതിനാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മറിച്ച് ഒരു 5 മിനിറ്റ് എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം ഉറങ്ങാതെ തന്നെ ആയി വരും. പിന്നെ മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു എണ്ണയിലിരുന്നിട്ട് ഇതൊന്ന് വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് അത് വിട്ടുപോകുന്നതാണ് കറക്റ്റ് വേവാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇത് 3 സോസ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ചില്ലി സോസ് ഗ്രീൻ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഗ്രീൻ ഇല്ല, അതുകൊണ്ട് ഞാൻ റെഡാണ് ഇടുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒരു 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ മതി. ടൊമാറ്റോ സോസ് കുറച്ചാണ് ഒഴിക്കണത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റിർ ഫ്രൈ സോസ് ഉള്ളതുകൊണ്ട് അത് കൂടിയിട്ട് ഒരു ഇത്തിരി ഇട്ട് കൊടുത്ത്, അത് വേണ്ട, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി വേഗം അങ്ങോട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സോയാ സോസ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കറുപ്പ് കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചേക്കണതൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു കളറായിട്ട് വരും. ഇത് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ റിച്ചാർഡ് ഓർഡർ ചെയ്ത സാധനവുമായിട്ട് ഇതിന് വലിയ ബന്ധമില്ല, എങ്കിൽ തന്നെയും ഏകദേശം കാണുമ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ഹോട്ടലിലെ പ്രിപ്പറേഷൻസ് നമുക്കറിയാമല്ലോ, അതൊക്കെ വേറെ എന്തോ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനകത്ത് അവർ ചേർക്കുന്നുണ്ട്. ഏതായാലും അതുപോലെയൊക്കെ തന്നെയുള്ളൊരു റെസിപ്പി, കാണാനും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ സവാള കട്ട് ചെയ്തതും ഇത്തിരി പച്ചമുളകും നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഉള്ളി ഉണ്ടല്ലോ അതും, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ തണ്ട് കുറച്ച്, ബാക്കി തണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ചെടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ മേടിച്ചാണല്ലോ. അപ്പോൾ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇടണമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനതെടുത്ത് മാറ്റണത് വേറെ ഒരു ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി നമുക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൽ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് എനിക്ക് മടിയാണ് സത്യത്തിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ അത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഇതൊന്നും വെന്ത് പോകരുത്. അപ്പോൾ ക്യാപ്സിക്കം ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും, അതുകൊണ്ട് ക്യാപ്സിക്കം ഇടാത്ത കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇതൊന്നും അങ്ങോട്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാപ്സിക്കവും ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക്
ഇത് കോൺഫ്ലോർ കലക്കിയോടെ വെച്ചിട്ടുണ്ട്, അതൊന്നും ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നമ്മളെടുക്കുന്ന ഒരു ഇതനുസരിച്ചിട്ട് ഇപ്പോൾ ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ കോൺഫ്ലോറും തീർന്നിരിക്കണം. അപ്പോൾ 1 ടീസ്പൂണോളേ ഉള്ളൂ കോൺഫ്ലോർ. അപ്പോൾ വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ട് കലക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം നോക്കിയിട്ട് നമുക്ക് ഇത്തിരി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണൊക്കെ കലക്കിയിട്ട് എടുക്കുക കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ 1 കപ്പ് വെള്ളത്തിലൊക്കെ 1 ടേബിൾ സ്പൂൺ കലക്കിയാൽ ഒരുവിധം ലൂസായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്ക് തന്നെ ഇത് വെച്ച് റയൻ ഉച്ചക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് കൊടുത്തിട്ടാ. അവന് എന്തായാലും അത്ര താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വേഗം വെച്ചിട്ട് ഞാൻ വൈകുന്നേരം വെക്കുള്ളൂ. അങ്ങനെ റയൻ കഴിച്ച് നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഞാനും കഴിച്ചു നോക്കി. പിന്നെ ഇതേ ഈ സ്വീറ്റ് പൊട്ടാറ്റോയും ഞാൻ 1/2 കിലോ അങ്ങനെ തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് പപ്പ വൈകുന്നേരം മുതലേ കഴിച്ച് നടന്ന് രാത്രി അത് തന്നെ കഴിച്ചിട്ടാണ് കേട്ടോ ഡിന്നർ ഒഴിവാക്കിയിട്ട് അതാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് റയനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു റിച്ചാന് വേണ്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അവന് പോകാൻ നേരമില്ലാത്തതുകൊണ്ട് ഇവൻ പോയിട്ട് പഠിക്കണ സംബന്ധമായിട്ടുള്ള എന്തോ കാര്യങ്ങളാണ് അതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന കൂട്ടത്തിൽ കൊണ്ടുവന്നാണ്. ഒരു സിൽക്കിൻ്റെ ബബ്ലി, ഒരു ചിപ്സിൻ്റെ അതും കൂടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വഴക്ക് പറയും, എനിക്ക് മധുരം കൊണ്ടുവന്ന് തരല്ലേ, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാനത് കണ്ടാൽ ഞാൻ കഴിക്കും, എനിക്ക് അത്രയും ഇഷ്ടമാണ് ചോക്ലേറ്റ് കഴിക്കണം. അപ്പോൾ കൊണ്ടുവരല്ലേ, ഈ ഐസ്ക്രീമും ചോക്ലേറ്റും കൊണ്ടുവരല്ലേ എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. പക്ഷേ അവർ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ വയറും വണ്ണമൊക്കെ കൂടും എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിയാണ് ഞങ്ങളത് പൊട്ടിച്ച് എല്ലാവരും കൂടിയൊക്കെ കഴിച്ചത്. അപ്പോൾ റിച്ചാർഡ് ഇന്ന് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിടാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണോ ചപ്പാത്തി ഉണ്ടാക്കണോ എന്ന് പറയുമ്പോൾ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രൈഡ് റൈസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട്. ഇന്നല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കേണ്ട നേരമാണ്. അപ്പോൾ ചപ്പാത്തി ആയപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പപ്പക്ക് ഒന്നും വേണ്ട, പപ്പ അത് മാത്രം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആളും ചില്ലി ചിക്കനും ചപ്പാത്തിയും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാണ്. ഭയങ്കര സ്മെല്ലാണ് ചപ്പാത്തി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി, അതും നെയ്യ് പുരട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ ഞാൻ അവിടെ നിന്നിട്ട് 2 ചപ്പാത്തി വെറുതെ ഇങ്ങോട്ട് കഴിച്ചിട്ട് അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ചപ്പാത്തി അധികം നേരം ഇട്ട് ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോകട്ടെ. എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി വേണമെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുക്കണം. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ ചപ്പാത്തി പിന്നെ കൊള്ളില്ല. അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഈ ഒക്ടോബർ മാസം വളരെ ഹാപ്പിയുള്ളൊരു സമയമാണ്. പിന്നെ ഇനി ക്രിസ്മസിലേക്ക് അങ്ങോട്ട് അടുക്കണേല്ലേ. അപ്പോൾ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സോക്കിംഗ് ഒക്കെ അങ്ങോട്ട് ചെയ്യും നമ്മൾ. അപ്പോൾ പിന്നെ ഇനി ക്രിസ്മസ് ആണെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ്, ക്രിസ്മസ് വൈബ്. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ ക്രിസ്മസിന് ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ 5 പേരും റൂബി എല്ലാവരും കൂടി ചേർന്നിട്ടൊരു ക്രിസ്മസ് തന്നെ ആയിരിക്കും. കല്യാണത്തിന് ശേഷം 5 വർഷത്തിന് ശേഷമാണ് എനിക്ക് പപ്പയുമായിട്ടൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതായത് ഈ 5 വർഷം പപ്പയ്ക്ക് ക്രിസ്മസ് ടൈമിൽ വരാൻ സാധിച്ചിട്ടില്ല, അതിൻ്റെ ഇടക്കാണ് ലീവിന് വന്നിട്ട് പോണത്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷമാണ് ഒരു ക്രിസ്മസ് ഞാനും ഭർത്താവും ഒന്നിച്ച് ആയിട്ട് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇതുണ്ട് കേട്ടോ. പിന്നെ ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ 3 പേര് നാട്ടിലുണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. കാരണം ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ ഇരിക്കുള്ളൂ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കാരണം നമ്മളെന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് റയൻ്റെ കാര്യത്തിൽ ഇത്തവണ വന്നേക്കുന്നത്. കാരണം റയന് കോഴ്സിന് ബുക്ക് ചെയ്ത് കോഴ്സ് ക്യാൻസൽ ചെയ്ത്, അപ്പോൾ അവൻ ചെന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് ബുക്ക് ചെയ്ത്, അപ്പോൾ അവർ നവംബർ 7-ാം തീയതിയാണ് ലേണേഴ്സിൻ്റെ ഡേറ്റ് കൊടുത്തേക്കുന്നത് കേട്ടോ. ആ ലേണേഴ്സിൻ്റെ ഡേറ്റ് 7-ാം തീയതി പോകണമെന്നും പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വീണ്ടും മെയിൽ വന്നേക്കണം ഒക്ടോബറിൽ അവർ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നില്ല, നവംബർ 4-ാം തീയതിയാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ റയന് ഈ നവംബറിൽ 2-ാം തീയതി നാട്ടിൽ നിന്ന് പൂനെയിലേക്ക് പോകണം. അപ്പോൾ പിന്നെ ഈ നവംബർ 7-ാം തീയതി അവന് ലേണേഴ്സിന് പോകാൻ പറ്റൂല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഡിസംബറിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നവംബറിൽ അവൻ 2-ാം തീയതി പോയാൽ പിന്നെ പറഞ്ഞത് ഡിസംബറിലാണ്. അപ്പോഴാണ് ഇനി ഡ്രൈവിങ്ങിൻ്റെ ഇതിന് പോകാനുള്ളത്. അപ്പോൾ അതിന് 1 മാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ അത് കഴിയുള്ളൂ. അപ്പോഴേക്കും അവൻ ജനുവരിയിലും വരെ നാട്ടിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യം നടക്കില്ല. ഇപ്പോഴെങ്കിലുമൊക്കെ പണി വരും, താമസിക്കും. അപ്പോൾ ദൈവം വിചാരിച്ചതേ നടക്കൂ, ദൈവം നമുക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നതേ നമ്മളിലേക്ക് വരുള്ളൂ എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇതേ കറണ്ടൊക്കെ പോയിട്ടേ എല്ലായിടത്തും ഇരുട്ടാണ്ട്. അപ്പോൾ ഇപ്പം നമ്മളുടെ ഇവിടെ ഇൻവെർട്ടറിലാണ് ഈ നിൽക്കുന്നത്. മറ്റുള്ള വഴിയിൽ ലൈറ്റില്ല, വീടുകളിൽ ലൈറ്റ് എല്ലാം പോയി കിടക്കണേണ്, എല്ലായിടത്തും ഇരുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടികൾ അങ്ങനെ കഴിച്ച് ഞാനും കഴിച്ച്. അപ്പോൾ പപ്പ മുകളിലുണ്ട്, പപ്പ കളി കാണുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. പപ്പ വന്നിട്ട് സാവധാനം ആ 2 സ്വീറ്റ് പൊട്ടറ്റോ അവിടെ ഇരിക്കണില്ലേ അത് കഴിച്ചോളാം, വേറെ ഒന്നും എനിക്ക് എടുത്ത് വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുകളിലേക്ക് പോയേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ച് അതിൻ്റെ പേരിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്